ഹലോ, ഞാൻ ഇന്ന് ഇവിടെ ഒരു മിക്സഡ് വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു അരമുറി ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സബോള, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണം, ഒരു 2 കോട് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി കരിവേപ്പില. പിന്നെ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, ഒരു കിഴങ്ങ് എടുത്തിട്ടുള്ളൂ, ഒരു കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു 5 ബീൻസ്, ഒരു തക്കാളി, കുറച്ച് പീസ്. ഈ പീസ് ഞാൻ ഡ്രൈ പീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രൈ പീസ് ഒരു ഇച്ചിരി ഒന്ന് വേവിച്ചതാണ്. നേരത്തെ അത് എന്നിട്ട് ഞാൻ ഫ്രീസറിൽ വയ്ക്കും. ആ സാധനമാണ്. അപ്പം ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവർ ഇടാം. അപ്പം വെജിറ്റബിൾസ് പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ്, ടൊമാറ്റോ, പീസ്. പിന്നെ ഇതിന് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാണ് ഇത് പിന്നെ ഇതിന് ചേർക്കാനുള്ള മസാലയാണ്. ഇതിൽ മുളക് പൊടി ചേർക്കത്തില്ല. ഇത് 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ അരയ്ക്കാനായിട്ട് ഒരു ചെറിയ കപ്പ് തേങ്ങയും ഒരു 5-6 കശുവണ്ടി. ഇതിപ്പോൾ ഞാനത് പൊടിച്ച് ഒന്ന് വെള്ളത്തിൽ കൊതുത്ത് വെച്ചിരിക്കുന്നതാണ്. അവസാനം നമ്മൾ ഇച്ചിരി മല്ലിയില ഇട്ടാണ് ഇത് വാങ്ങുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്കതുകൊണ്ട് ആകെ ഒരു പാത്രം മതി ഇത് ഉണ്ടാക്കാൻ, പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ വേവിക്കാം. അത് വേകുന്ന നേരത്തിന് തേങ്ങയും കശുവണ്ടിയും കൂടെ നമുക്ക് അരച്ച് പേസ്റ്റാക്കി ഇട്ട് പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, എന്തെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് ചൂടാകുമ്പോൾ ഒരു സ്വല്പം പെരിഞ്ചീരകം അതിലോട്ട് ഇടും. പെരിഞ്ചീരകം പൊട്ടി കഴിയുമ്പം നമ്മൾ ഈ പച്ചമുളകും കരിവേപ്പിലയും ഇഞ്ചി കൊത്തി അരിഞ്ഞതും വെളുത്തുള്ളിയും ഇതിലോട്ട് ഇടുക. അപ്പം ഞാൻ നമ്മുടെ സവോളയും ക്യാപ്സിക്കവും കൂടി ഇടും. വെച്ചിരുന്ന ആ മസാലപ്പൊടികളെല്ലാം കൂടെ ഞാൻ ഇച്ചിരി തിളച്ച വെള്ളത്തിൽ കലക്കിയിട്ട് ഈ സവോളയിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കുക. ഇതോട് കൂടി തന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പിടാം, പിന്നെ ഉപ്പ് നോക്കിയിട്ടിടാം. നമ്മുടെ വെജിറ്റബിൾസ് ഇതിലോട്ട് എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കണം. ഈ കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിലിന് നമുക്ക് ഓഫ് ചെയ്തിടാം. കഷ്ണമൊക്കെ നല്ലപോലെ വെന്തു. ഇത് വേകുന്ന സമയത്ത് ഞാൻ ആ തേങ്ങയും കാഷ്യൂനട്ടും കൂടെ അരച്ചു നല്ല ഇത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സിയൊക്കെ ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ കഴുകി ആ വെള്ളം ഇതിലോട്ട് ഞാൻ ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. തിളച്ച് വരുമ്പം നമുക്ക് അരപ്പും ചേർക്കാം. നമുക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ വെള്ളം ചേർക്കാം, ഇല്ലെങ്കിൽ
ഇത് കുറുകിയ ടൈപ്പ് മതിയെങ്കിൽ കുറച്ച് നേരം ഇത് അടുപ്പത്ത് ഇതിൽ തീയിൽ കിടന്നൊന്ന് വറ്റണം. ആയി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിതാ നമ്മുടെ കുറുമയൊക്കെ റെഡി ആയിട്ടുണ്ട്. മിനിറ്റിനിടെ ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണ്, അതായത് പുലാവിൻ്റെയൊക്കെ കൂടെ നല്ലതാണ്. അപ്പോൾ ഈ കുറുമ ഉണ്ടാക്കുമ്പോൾ നമ്മളിതിൽ ഒട്ടും മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നല്ല എരിവുള്ള മുളക് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ എരിവില്ലാത്ത മുളകാണെങ്കിൽ നിങ്ങൾ മുളകിൻ്റെ എണ്ണം കൂട്ടണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.